നിങ്ങൾക്ക് ചാറ്റ് ബോട്ടിൽ ഇടാം. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവരും ചാറ്റ് ബോട്ടിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ? സെൽഫ് ലവ്. കുറച്ച് കാവ്യാത്മകമായിട്ടാണ് നമ്മളെ ടോപ്പിക് കൊടുത്തത്. അനുരാഗത്തിന്റെ താഴ്വര. ശരിക്കും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു കാവ്യാത്മകം തന്നെയാണ്, കവികൾക്ക് പാടാനുള്ളതല്ല. നമുക്കും കുറച്ചൊക്കെ അതിന് അനുഭവിച്ചറിയണം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരും. ആകെ 2 പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചാറ്റ് ബോക്സ് എടുത്ത് വെറുതെ ചാറ്റ് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പൊ ഇതിന് ശേഷം യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ തന്നെയല്ലേ നമുക്ക് ഇത് ഉണ്ടാവുള്ളൂ. ചാറ്റ് ചെയ്യൂ, നിങ്ങൾ ഇതിൽ എൻഗേജ്ഡ് ആവണം. രാവിലെ 6 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഇവിടെ വന്നിരിക്കുമ്പം നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. കാരണം എന്ത് തന്നെയായിരുന്നാലും, അത് സാമ്പത്തിക പ്രശ്നമോ നിങ്ങളുടെ അസുഖങ്ങളോ മാനസികപരമായിട്ട് നിങ്ങൾക്ക് മനസ്സിന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ എന്തായിക്കോട്ടെ, അത് പരിപൂർണമായിട്ട് ചെറിയ മാറ്റം കുറച്ച് കുഴപ്പമില്ല, കുറച്ചൊക്കെ മാറിന്, അങ്ങനെയല്ല. 100% 100% മാറിപ്പോവണം. അപ്പം നിങ്ങൾ ഇതിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് വരിക. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക. മാക്സിമം എൻഗേജ്ഡ് ആവുക. ചാറ്റ് ബോക്സ് എടുത്ത് ചാറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇന്നലെയല്ല ഇന്നലെ ഞാനത് വീണ്ടും റിമൈൻഡ് ചെയ്ത് ഓർമ്മിപ്പിച്ചു. ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അസുഖങ്ങളുടെ പേരല്ല, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഓരോ സാമ്പത്തിക വിദഗ്ധർ ഓരോ പേരിട്ട് വിളിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല, പകുതിയെ മനസ്സിലാവുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ചെറിയ ബിസിനസ് തുടങ്ങാണ്, സാമ്പത്തിക വിദഗ്ധര് അതേപോലെ തന്നെ ചെറിയ മൈക്രോ ബിസിനസിന്റെ വിദഗ്ധര് വന്നാണ്ട് പ്രശ്നത്തിന് ഓരോ പേരിട്ട് വിളിക്കും. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് വർക്കാണ്, സ്വയം തൊഴിൽ മാത്രമാണ്, ബിസിനസ് ആയില്ല എന്നൊക്കെ പറയും. അതൊന്നും അല്ല, അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നിങ്ങളുടെ അസുഖങ്ങൾക്ക് ഓരോ പേരിട്ട് വിളിക്കും. അത് ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് ആണ്, അത് ക്യാൻസർ ആണ്, അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും അസുഖമാണ്, അത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്, തൈറോയിഡിന്റെ പ്രശ്നമാണ്, തൈറോയിഡ് വർക്ക് കുറവാണ്. അതൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്കിപ്പോ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ചിലപ്പോ ചിലർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, അസുഖത്തിന്റെ പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഈ അസുഖമാണല്ലോ എന്നുള്ള പേടി മാത്രം. അങ്ങനെയൊക്കെയുള്ള അസുഖക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, എത്ര പേരെ ചെയ്തിരുന്നു? കമന്റ് ചെയ്യൂ, എത്ര പേരെ ചെയ്തിരുന്നു? ഓക്കെ, പേഴ്സണൽ സിറ്റിംഗ് ആയിട്ട് ഓക്കെ ഉണ്ട്, നിങ്ങൾക്ക് അൻസരായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, നമസ്കാരം. ഓക്കെ, യെസ് ചെയ്തവരുണ്ട്. ഓക്കെ, യെസ് ചെയ്തവരുണ്ട്. ഓക്കെ, വളരെ താങ്ക് യു, നിങ്ങൾ അത് ചെയ്തല്ലോ. ഇന്നലെ ഒരുപാട് എന്നുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്, എസ്സുകൾ വളരെ കുറവായിരുന്നു. ഇന്ന് ഒരുപാട് എസ്സുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ പറയുന്നുണ്ട്, നമുക്ക് മുന്നിൽ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ അനുഭവിച്ച, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവം മാത്രമല്ല, ലോകം മൊത്തമുള്ള ഒരുപാട് ആളുകളുടെ അനുഭവമാണ്. ഇയാൻ ഗൗളറിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ വന്ന രാംദാസിനെ ഞാൻ കാണിച്ചു. ഇതൊക്കെ വേൾഡ് ഫേമസ് എക്സാമ്പിൾസ് ആണ്. ഞാൻ ക്ലിനിക്കിൽ നിന്നുണ്ടാക്കിയ എൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ല ഇത്, വേൾഡ് ഫേമസ് എക്സാമ്പിൾസ്. ഇതൊക്കെ അനുകരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 100% അതിൽ ചെറിയ മാറ്റം, കുറച്ചൊക്കെ ഒരു സുഖമുണ്ട്, നന്നായിട്ട് സുഖമുണ്ട്, എന്നാലും മാറിയില്ല, അങ്ങനെയൊന്നും അല്ല. 100% നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ള അവയർനെസ്,
അത് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ സെൽഫ് ലവ് ആണ് പറഞ്ഞത്. നമ്മളെ കുറിച്ച് നമുക്കുള്ള അഭിപ്രായം എന്താ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വാട്ട് യു ഫീൽ അബൌട്ട്? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ഉള്ള അഭിപ്രായം എന്താ? നിങ്ങളുടെ മാനസികപരമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാണോ? അതല്ലെങ്കിൽ ശാരീരികപരമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും വേദനകളാണ്, സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല, റിച്ച് അല്ല, ഞാൻ എപ്പോഴും ദരിദ്രനാണ് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? വാട്ട് യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ? ക്യാൻ യു കമന്റ് ഇറ്റ്? കുറെ പേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഷോർട്ടാക്കി കമന്റ് ചെയ്യാമോ? വാട്ട് യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്? അത് എത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം നെഗറ്റീവാണ് എന്നുള്ളത്. ഓക്കെ, കമന്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ ഉണ്ടോ? ഇപ്പോ എന്താണ് ഞാൻ, ഇപ്പൊ ഉള്ള ഞാൻ എന്താണ്? എൻ്റെ ശരീരത്തെ കുറിച്ച് അത്ര പോരാ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആളുകൾ കമന്റ് ചെയ്യൂ. സനിൽ, ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആക്കുക ഫസ്റ്റ്. ഇപ്പൊ ഞാൻ എവിടെയാണ്? എൻ്റെ മനസ്സിൽ എന്നെ കുറിച്ച് എപ്പോഴും സുഖമില്ല എന്നുള്ള തോന്നൽ. ഓക്കെ, നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിപ്പോ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഞാനിപ്പോ എന്താണ്? എന്നെ കുറിച്ചുള്ള എൻ്റെ വിശ്വാസം എന്താണ്? ഞാനിപ്പോ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മനസ്സ് എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബോഡി എപ്പോഴും വീക്കാണ്, അത്രമാത്രം മൈൻഡ് ഡെസ്പാണ്, മാനസികപരമായിട്ട് പ്രശ്നമാണ്, എനിക്ക് ശാരീരിക പ്രശ്നങ്ങളില്ല, മാനസിക പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, നിരാശയാണ്, ജീവിത വിജയങ്ങൾ ആയതുകൊണ്ട് പക്ഷേ മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ, ഇപ്പൊ കമന്റ് ചെയ്യാത്തവര് മനസ്സിൽ ക്ലിയർ ആയിട്ട് പിക്ചർ വെക്കുക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴുള്ള മനസ്സിന്റെ നിങ്ങളുടെ മാനസികാവസ്ഥ? ഓക്കെ, ഇതിന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഈ ലോകത്ത് നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ലോകത്ത് വേറെ ആരും നമ്മളെ സ്നേഹിക്കാൻ വരില്ല. അത് നമ്മുടെ റിലേഷൻസ്, ബന്ധങ്ങളായിരുന്നാലും, നമ്മുടെ അസുഖങ്ങളായിരുന്നാലും, മാനസിക പ്രശ്നങ്ങളായിരുന്നാലും, നമ്മൾ എന്തിന് നമ്മളെ സ്നേഹിക്കണം? ഒരു വലിയ ചോദ്യമാണ്. നമ്മൾ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്. സെൽഫ് ലവ് എന്തിന് എന്നുള്ളത് ഞാൻ പറയാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, അത് എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പെർഫെക്ഷൻ അല്ല, ബട്ട് എന്നെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ആ ലെവലിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുക. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ ശരീരം, നിങ്ങളുടെ എത്ര വയസ്സായോ അത്ര കാലം നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം എന്തിനാണ് കഷ്ടപ്പെട്ട് ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദഹന പ്രക്രിയയല്ലേ, വയറ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച് 2-3 ചിലപ്പോൾ 4 മണിക്കൂർ വരെ ഇവിടെ ഒരു ആമാശയുണ്ട്, ആദ്യം ചെന്ന് കിടക്കുന്ന അറ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലോഡ് കുടലുകൾക്ക് കൊടുക്കുക. കുടലുകൾ അവിടെ കടന്നങ്ങനെ വർക്ക് ചെയ്യുക. ശരിക്കും നിങ്ങൾ മില്ലിൽ പൊടിയാട്ടാനോ ഒക്കെ മില്ലിൽ പോയ സമയമൊന്ന് നിങ്ങൾ ഓർക്കുക മനസ്സിൽ. അവിടെ ഏത് നേരം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ഇടക്ക് മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കും, എന്നിട്ട് അതിന്റെ ആ ഒരു ചക്രത്തിന്റെ കറങ്ങുന്ന സംഭവം ഒന്ന് മാറ്റിയിടും, എന്നിട്ട് ഇത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ നമ്മുടെ വയറ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്.
നമ്മുടെ ബ്രെയിനിൽ നമ്മളിപ്പോ ഇനി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്താണോ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ കൈ ഇവിടെ അനക്കാൻ എൻ്റെ തലയിൽ നിന്നും ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഏകദേശം ലക്ഷക്കണക്കിന് ന്യൂറോൺസ് അതേപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഈ ചെറിയ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഈ ഒരു സംഭവം നടക്കാൻ എത്ര മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട് അറിയാം നിങ്ങൾക്ക്? ഒരു 5-6 മസിൽസ് ഇവിടെ തന്നെയുണ്ട്, 2-3 മസിൽസ് ഇവിടെ. ഇവരൊക്കെ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഓക്കെ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വന്ന എന്ത് പ്രശ്നമായിരുന്നാലും അത് 100% മാറിപ്പോവും. കുറെ പേര് വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്, താങ്ക് യു. വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കാം മാക്സിമം ആളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തിന് നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരം മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിച്ചാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നാലും ബാക്കി എന്തായിരുന്നാലും നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ ശരീരഭാഗങ്ങൾക്കൊക്കെ തൽക്കാലം അവരൊക്കെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. വയറിനോട് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എന്താ അഭിപ്രായം പറയും? നിങ്ങൾ വയറിനെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ, കെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഭക്ഷണത്തെ മാത്രമാണോ നിങ്ങളുടെ ടെൻഷൻ തീർക്കാൻ, ഡിപ്രഷൻ തീർക്കാൻ, ആങ്സൈറ്റി തീർക്കാൻ വെറുതെ ഭക്ഷണം കഴിക്കുകയാണോ? നിങ്ങളുടെ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് വയറിനെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നെങ്കിലും നിങ്ങൾ വയറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നു? ഒരു ദിവസം എത്ര കാഴ്ചകൾ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്? നിങ്ങൾ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ഓവറായിട്ട് മൂവീസ് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും കെയർ ചെയ്തിട്ടുണ്ടോ? ശബ്ദം കേൾക്കുന്നില്ല. ബാക്കി എല്ലാവരും കേൾക്കുന്നില്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? ശബ്ദം കേൾക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ നജീബ. അതൊന്ന് നോക്കൂ. ഓഡിയോയിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ ഓഡിയോയിൽ കയറണം, എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് ഓഡിയോ കേൾക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരം ഇതേപോലെ ഡേ ടു ഡേ ദിവസവും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ടെൻഷൻ അടിച്ചാലും ഡിപ്രഷൻ അടിച്ചാലും ഒക്കെ. ഈ സിസ്റ്റം ലോകത്ത് ഇതൊരു ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തെ പോലത്തെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ ശാസ്ത്രലോകം ഒരുപാട് ശ്രമിച്ചു നോക്കി, സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. അത്രക്കും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇഷ്ടം, പ്രണയം, പരസ്പര ബന്ധം, പരസ്പര സഹകരണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമല്ല കൊടുക്കുന്നത്. നിങ്ങൾ പക, വിദ്വേഷം, ദേഷ്യം, ടെൻഷൻ, ഡിപ്രഷൻ ഇങ്ങനത്തെ മാനസിക വികാരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരം ശരിക്കും ഭയങ്കരമായിട്ട് പരസ്പര പൂരകമായിട്ട് പരസ്പര ബന്ധത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ശരീരഭാഗത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. നമ്മുടെ തലച്ചോറ് ഇതെല്ലാം നേരിട്ട് നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പാൻക്രിയാസുകൾ ആക്റ്റീവ് ആകും. അടുത്ത ഗ്ലൂക്കഗോൺ ഹോർമോണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. ശരീരത്തിന് ആവശ്യമുള്ള ഷുഗർ രക്തത്തിൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്നത്. നമ്മുടെ വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ വയറ് മാത്രമാണോ ബുദ്ധിമുട്ടാവുന്നത്? നമ്മുടെ ശരീരം ഒന്നിച്ച് ബുദ്ധിമുട്ടാവില്ലേ? അതേപോലെ തന്നെ നമുക്ക് തലവേദന വന്നാല് നമ്മള് തല മാത്രമാണോ ബുദ്ധിമുട്ടാവുന്നത്? ശരീരം മൊത്തത്തിൽ നമുക്ക് പ്രശ്നം വരില്ലേ? അതേപോലെ തന്നെ നമുക്ക് കാലിന് വേദന വന്നാൽ കാലിന് മാത്രമാണോ ബുദ്ധിമുട്ട് വരിക? ശരീരത്തിൽ മൊത്തം ഞാൻ എന്നുള്ള സംഭവത്തിന് മൊത്തത്തിലാണ് പ്രശ്നം.
ഈ ഞാൻ ഐ എന്ന് പറഞ്ഞ സംഭവം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ വരും, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരും. ശാരീരിക അസുഖം പറഞ്ഞാലല്ല ഇന്ന് നമുക്ക് കാണപ്പെടുന്ന ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. പല ടൈപ്പ് ഉണ്ട്. തൈറോയിഡിൽ വരാം, സോറിയാസിസ് തൊലിപ്പുറത്ത് വരാം. ഈ അസുഖങ്ങൾക്കെല്ലാമുള്ള കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് സെൽഫ് ലവ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നില്ല. നീ കൊള്ളില്ല, നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് പുറത്തു നിന്നും പറഞ്ഞതും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം മാറ്റി വെക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മെഷീനാണ്. ഇതിലേക്ക് നിങ്ങൾ പ്രണയങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ചുള്ള ഇഷ്ടങ്ങളല്ല കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന, അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സിലുള്ള വർക്കേഴ്സ് ആയിരിക്കാം, ആരും ആയിരുന്നാലും അവരെ നിങ്ങൾ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഓഡിയോ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ നജീബ, നിങ്ങളൊന്ന് നോക്കിയേ. ഓഡിയോ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇഷ്ടങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിന് എന്ത് സംഭവിക്കും? കുറെ കഴിയുമ്പോൾ അവർ നിർത്തും. അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോ അവർക്കും ജീവിതം മടുക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങള് ഇതിനേക്കാളേറെ പ്രധാനമായ നിങ്ങളുടെ ശരീരത്തിന് എന്നും ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം കൊടുക്കണം. ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മുടെ വയറിന് മടുക്കും. വയറിന് ഞാനിത് കഷ്ടപ്പെട്ട് ദഹിപ്പിക്കുന്നു, രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വീണ്ടും എനിക്ക് ജോലിഭാരം വരുന്നു. നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. നിങ്ങളുടെ വയറ് ബുദ്ധിമുട്ടാകുമ്പം വയറിനെ വീണ്ടും മയക്കി കിടത്താനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നല്ലാതെ വയറിന്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. എന്നിടത്താണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഓക്കെ, ഞാൻ അസുഖങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? അതോ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മള് സെൽഫ് ലവ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറഞ്ഞതാണ്. സെൽഫ് ലവ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ അത്ര പോരാ, ഡിപ്രഷനാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ശാരീരികപരമായിട്ട് എനിക്കൊരു എനർജി കിട്ടുന്നില്ല, ഞാനൊരു രോഗിയാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനെ മാറ്റി ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം, ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം, സെൽഫ് ലവ് മനസ്സിൽ കൊണ്ടുവന്ന്, ശരിക്കും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അക്സെപ്റ്റൻസ് പറഞ്ഞു, അതേപോലെ തന്നെ അവയർനെസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡും എന്തായിരുന്നാലും അതിനെയൊക്കെ അടിത്തറ പാകുന്നത് ഈ സെൽഫ് ലവ് ആണ്. അല്ലെ? നമുക്കൊരു പുതിയ വീട് വെക്കണം, അല്ലെങ്കിൽ പുതിയൊരു വലിയ ഫ്ലാറ്റ് വെക്കണം. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? കുറെ മണ്ണിന്റെ അടിയിലേക്ക് എടുക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പടവ് അടിത്തറ പാകും കരിങ്കല്ല് കൊണ്ട്. വളരെ ഫേം ആയിരിക്കണം നമ്മുടെ അടിത്തറ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യത്തിൽ പണി എളുപ്പമായിരിക്കും, കുറച്ച് പൊങ്ങുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് എല്ലാം തകർന്നു വീഴും. ഈ അടിത്തറ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്, ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം. നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും സ്വയം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള. അതൊക്കെ മാറ്റി വെക്കുക. അതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ തുച്ഛമായ കാരണങ്ങളായിരിക്കും. ചെറുപ്പത്തിലെ ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടതായിരിക്കും, നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൊള്ളില്ല, നിന്റെ സ്വഭാവം അങ്ങനെയാണ്, നീ എന്താ ഇങ്ങനെ, കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലൈഫില് അത് ബാക്കിയുള്ളവര് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ തടിക്കുകയാണെങ്കിൽ ആളുകൾ എന്ത് പറയും? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ശരീരത്തിൽ ശ്രദ്ധിക്കുന്നില്ല, നിനക്ക് എന്താ മാനസിക ഡിപ്രഷൻ ഉണ്ടോ, നീ എന്താ ഭക്ഷണം കഴിച്ച് കൂട്ടാണെന്ന് ചോദിക്കും. ഓക്കെ, ഇൻസൾട്ട് ആകുമ്പോൾ പൊട്ടിത്തെറിച്ചു പോകുന്നു. ഓക്കെ ഓക്കെ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ അവയർനെസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക.
ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ സെൽഫ് ലവ് ആണ് ഇതിന്റെ ഒക്കെ ഫൗണ്ടേഷൻ. നമ്മൾ പുറത്തുനിന്ന് ആളുകൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ത് ചെയ്താലും ആളുകൾക്ക് പല വിധത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും, പല ടൈപ്പ് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എടുക്കണം എടുക്കണ്ട എന്നല്ല, പക്ഷെ അത് നമ്മുടെ ഈ പ്രണയത്തിൽ ഞാൻ പറഞ്ഞ സെൽഫ് ലവിന്റെ കാര്യത്തിൽ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അത് വലിയ ദുരന്തത്തിലേക്ക്, പ്രശ്നത്തിലേക്കായിരിക്കും നയിക്കുക. ഈ സെൽഫ് ലവ് നിങ്ങൾ കറക്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഇതിൽ കമന്റ് ഇടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അതിനെയൊക്കെ നേരിടാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശേഷി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി വരും. ഓക്കെ, അടിത്തറ കഴിഞ്ഞാല് പിന്നെ പതുക്കെ പതുക്കെ അടിത്തറ സ്ട്രോങ് ആയി കഴിഞ്ഞാല് നമുക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും കെട്ടിടം പൊക്കാം. അതേപോലെ തന്നെയാണ് സെൽഫ് ലവിന്റെ കാര്യത്തിൽ. സെൽഫ് ലവ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും കെട്ടിടം എടുത്തു പൊക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾ പറഞ്ഞു. കമന്റ് യെസ് ഇഫ് സംഭവങ്ങളൊക്കെ ക്ലിയർ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ബോധപൂർവം എനിക്ക് എന്തിനീ ജീവിതം, എന്ത് ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. ഈ ചിന്തകളിൽ ചിലത് നമ്മുടെ പുറത്തുനിന്ന് കിട്ടിയതായിരിക്കാം, നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന സംഭവങ്ങളായിരിക്കാം. അതിനെ ബോധപൂർവം മാറ്റി നിർത്തുക. പകരം നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ ഫസ്റ്റില് നിങ്ങളുടെ ലൈഫിന് ഗോളുകൾ വേണം. നിങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ള. പലർക്കും പല ടൈപ്പ് സംഭവങ്ങളായിരിക്കാം. എന്തായിരിക്കാം? നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പം സാമ്പത്തികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഏത് രൂപത്തിലായിരുന്നാലും നിങ്ങൾക്ക് ലൈഫിൽ ഗോൾസ് വേണം. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നല്ലോ. ഓക്കെ, താങ്ക് യു. യെസ്, ഗോൾസ് വേണം. ഓക്കെ, ആ ഗോൾസ് ആണ് നിങ്ങളെ സെൽഫ് ലവ് സ്ട്രോങ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം. ഓക്കെ, നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ഇതിൽ ഗോൾസ് ഉണ്ട്, ലൈഫിൽ ഗോൾസ് ഉണ്ട്. ചെറിയ ചെറിയ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനപ്പുറം ഒരു 4-5 വർഷത്തിനപ്പുറം നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ 10 വർഷത്തിനപ്പുറം എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്ത് തീർക്കേണ്ട കുറെ സംഭവങ്ങളില്ലേ, അങ്ങനത്തെ ലക്ഷ്യങ്ങളില്ലേ നിങ്ങളുടെ ലൈഫില്? അതിന് നമ്മൾ ശരിക്കും ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാം. ബക്കറ്റിൽ എടുത്തുകൊണ്ടുപോകുന്ന ബക്കറ്റ് ലിസ്റ്റ്. അങ്ങനത്തെ എത്ര ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കണം. ഓക്കെ, നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹോപ്പ് എന്ന് പറഞ്ഞ ഈ ബക്കറ്റിലാണുള്ളത്, ഈ ബക്കറ്റ് ലിസ്റ്റിലാണുള്ളത്. മെഡിറ്റേഷൻ ഇരുന്നിരുന്നു. ഓക്കെ, താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, താങ്ക് യു. അപ്പൊ അല്ലേ, നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ബക്കറ്റ് ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ബക്കറ്റിൽ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊതിപ്പിക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത, നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. അത് നിങ്ങൾക്ക് ചില രാജ്യങ്ങൾ സങ്കല്പിക്കണം, യാത്ര പോകണം, പല ടൈപ്പ് സംഭവങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും അത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, കഴിയുമെങ്കിൽ എഴുതി വെക്കണം. സ്വയം നിർത്തി. ഓക്കെ, ഇതിലല്ലേ സ്വയം മെഡിസിന് നിങ്ങളുടെ അസുഖങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം ഒരു എനർജി വരണം നിങ്ങളുടെ അകത്തേക്ക്. എന്നിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അത് നമുക്ക് നോക്കാം ചെയ്യേണ്ടത്. മെഡിസിൻ നിർത്തുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറി ഇപ്പൊ മാനസിക പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിർത്താം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ എനർജി ശരിക്കും നിങ്ങളുടെ അകത്തേക്ക് വന്നിട്ടുണ്ടോ. അത് വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മാറും. പിന്നെ മെഡിസിൻ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് നമുക്കിപ്പം ഒരാൾക്ക് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അഡിക്ഷൻ വന്നു കഴിഞ്ഞാല് അയാൾക്ക് പതുക്കെ പതുക്കെ ആ സംഭവങ്ങൾ കുറച്ചു കൊണ്ടുവരിക ചെയ്യാം. അതേപോലെ തന്നെ
മെഡിസിൻ്റെ കാര്യത്തിലും നിങ്ങളെ ഡോസ് കുറച്ച് കൊണ്ടുവരാനാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഹൈ ഡോസ് ഉള്ള മരുന്നാണ് സ്ഥിരം കഴിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അഫർമേഷൻ കയറിയ മരുന്നൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഒറ്റയടിക്ക് നിങ്ങൾ എല്ലാ മരുന്നും നിർത്തി ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞിരിക്കല്ല. ഞാൻ ഈ പറഞ്ഞ അക്സെപ്റ്റൻസ് ഒക്കെ നിങ്ങളുടെ അകത്തേക്ക് വീണ്ടും വീണ്ടും കയറ്റിക്കൊണ്ടിരിക്കണം. അതിനനുസരിച്ച് പതുക്കെ പതുക്കെയാണ് മരുന്നുകൾ കയറ്റേണ്ടത്. ഓക്കെ, അതിനി കൂടുതൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ സിറ്റിങ്ങിൽ ഇരിക്കാം. ഓക്കെ, എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് നോക്കാം, കറക്റ്റ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സെൽഫ് ലവിന്റെ സംഭവമാണ്. ഇതിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്, അതിന് ചുറ്റുമതിലൊക്കെ ഉള്ള ഒരു വീട്, അതിൻ്റെ നടുക്ക് നമ്മൾ ഇരിക്കുന്നു. നമ്മുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലേക്ക് ആളുകൾ മാലിന്യം തള്ളിയാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർ വരുന്നവരും പോകുന്നവരൊക്കെ ഇതിലേക്ക് അവരുടെ പ്ലാസ്റ്റിക് ഇതിൽ വേസ്റ്റ് ഉള്ളിലാക്കി കവർ പ്ലാസ്റ്റിക്കിൽ കെട്ടി ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പറമ്പിലേക്കാണ് വേസ്റ്റ് വലിച്ചെറിയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രതികരിക്കും, കച്ചറ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലേ? Am I correct? Comment yes. ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഏകാഗ്രത ലഭിക്കാനും കോൺസെൻട്രേഷൻ ലഭിക്കാനൊക്കെ നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പുറത്താണ് നമ്മൾ മണിമാളികകളും കൊട്ടാരങ്ങളും വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും ബുർജ് ഖലീഫയുടെ ഏകദേശം എൻ്റെ ഓർമ്മയിൽ 2/3 നമ്മൾ കാണുന്ന ഇതിന്റെ 2/3 അത്രയും സൈസ് അടിയിലേക്ക് അവർ കുഴിച്ചു വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് സ്റ്റീലുകൾ അടിയിലേക്ക് പൈല് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അത് കെട്ടിപ്പൊക്കിയത്. അപ്പൊ ഈ സെൽഫ് ലവ് ആകുന്ന അടിത്തറ നിങ്ങൾ മനസ്സിലേക്ക് എത്ര ആഴ്ന്നിറങ്ങുന്നോ, ഞാൻ പറഞ്ഞ കുപ്പിയുടെ അടിയിലേക്ക് എത്ര ആഴ്ന്നിറങ്ങുന്നോ അത്രത്തോളം നിങ്ങൾ ചെയ്യുന്നതൊക്കെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കും. ശരീരമൊക്കെ ഒരുമിച്ച് സ്നേഹത്തോടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അത് വേറെ വരുന്നു വേണ്ടട്ടോ. അത് ഇതിൻ്റെ ശരിക്കും നമുക്ക് ചിലപ്പം ഒന്നിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകാത്തൊരു അത്ഭുതമാണ്. നിങ്ങളുടെ അകത്തേക്ക് ഇത് സ്ട്രോങ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ മൈൻഡ് ഹയർ വൈബ്രേഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമ്പത്ത് നിങ്ങളെ തേടി വരും. അതല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളെ തേടി വന്നാലും നിങ്ങൾക്കത് ഉപകാരപ്പെടില്ല. നിങ്ങളുടെ മൈൻഡിൽ ഈ ഹൈ ഫ്രീക്വൻസി സാമ്പത്തികമായിട്ടുള്ള റിച്ച്നെസ് ഇല്ലെങ്കിൽ ലോട്ടറി അടിച്ച് 2-3 മാസം അതല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ പാപ്പരായി പോകുന്നവരെ പോലെ സമ്പത്ത് കിട്ടിയിട്ടും ഉപകാരമില്ലാത്തവരായിട്ട് നമ്മൾ മാറും. ഒക്കെ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് മൈൻഡ് കൺട്രോൾ ആക്കാൻ ട്രൈ ചെയ്യണ്ട. ഓക്കെ, സ്വപ്ന ജോസഫ് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് മൈൻഡ് കൺട്രോൾ ആക്കാൻ, പക്ഷെ ആവുന്നില്ല. ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ പിന്നെയും സെയിമാണ്, മനസ്സ് ഓട്ടമാണ്, സ്ട്രെസ്സിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ മൈൻഡ് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനല്ല ട്രൈ ആക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞു തന്ന സംഭവങ്ങൾ മുന്നത്തെ ക്ലാസ്സുകൾ എടുത്ത് കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള തോട്ട്സ് ഒക്കെ അവിടെ നിന്നോട്ടെ. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എല്ലാവർക്കും വരും, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ എവിടെയും എത്തില്ല. നിങ്ങൾ ഇങ്ങനെ കറങ്ങും, ഓട്ടോമാറ്റിക് ലൂപ്പിൽപ്പെട്ട് നിങ്ങൾ കറങ്ങിയുള്ളൂ. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ബോട്ടിലുണ്ട്, മനസ്സാകുന്ന ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നീ പറഞ്ഞ സംഭവങ്ങൾ, ഈ ഒരു അവയർനെസ്, അഫർമേഷൻ, അതേപോലെ തന്നെ സെൽഫ് ലവ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ അടിച്ചടിച്ച് കയറ്റണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലേക്ക് വരും. നമുക്ക് ഈ ചിന്തിക്കുന്ന ചെറിയ ഭാഗം മാത്രമല്ല മനസ്സ്, ഇവിടെ മാത്രമല്ല നിൽക്കുന്നത്, അതിൻ്റെ അടിയിലേക്ക് അതിൻ്റെ ഒരു 10 ഇരട്ടിയുള്ള മനസ്സുണ്ട്. അവിടെയാണ് നമുക്കറിയാത്ത വികാരങ്ങൾ കിടക്കുന്നത്, നമ്മുടെ ട്രോമകൾ കിടക്കുന്നത്, നമ്മുടെ ഹൃദയം
എത്ര സ്പീഡിൽ മിടിപ്പിക്കണം എന്നുള്ളത് അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ സ്പീഡ് എത്രയാവണം, പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യണോ പതുക്കെ മതിയോ, നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് എത്രയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള മനസ്സാണ്. അപ്പം നിങ്ങൾ ഇതിനെ ചിന്തകളെ കൊണ്ട് നേരിടുകയല്ല, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഇതിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും സെൽഫ് ലവ്, അവയർനെസ് അകത്തേക്ക് കൊടുക്കുക. അതുവഴി നിങ്ങൾക്ക് മാറ്റം വരും, നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഇതേ മാറ്റം വന്നോ, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെയുണ്ട്. ഓക്കെ, മന്ത്ര ചെയ്ത മൊബൈൽ അഡിക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു, മാനിയ, ഒക്കെ എല്ലാം മാറും. നിങ്ങളുടെ അസുഖങ്ങൾ ഏതാണോ എന്താണോ എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമേ അല്ല. ഫൈനൽ സ്റ്റേജ് ക്യാൻസർ എന്ന് തിരിച്ചു വന്നവര്, സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാനസികപരമായിട്ടുള്ള ഇന്ന് കാണപ്പെടുന്ന അസുഖങ്ങളിൽ ഏറ്റവും തീവ്രമായ അസുഖങ്ങളിൽ സിമ്പിളായിട്ട് തിരിച്ചു വന്നവരുള്ളപ്പോ, നമ്മുടെ മുന്നിൽ അതിനുള്ള എക്സാമ്പിൾസ് ഉള്ളപ്പോ, നിങ്ങളുടെ അസുഖങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. അതിലിനി ഡൗട്ട് വെക്കരുത്. ആ അഫർമേഷൻ ഇത് അവിടെ ചിലപ്പോൾ മാറാം, ചിലവർക്ക് മാറിയില്ല, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെയല്ല, 100% ഇത് ശരിയാവും. ഇതിലേക്ക് ആത്മാർത്ഥമായിട്ട് വന്നവരെ, ചെയ്തവരെ, അത് പിന്തുടർന്നവരെ, പിൻപറ്റി പോയവരെ എല്ലാം അത് തുണച്ചിട്ടേ ഉള്ളൂ. അത് അസുഖങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അതാണ് അവയർനെസ്. ആ അവയർനെസ് നിങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കണം. ഓക്കെ, ഇതില് സെൽഫ് ലവിന്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, കമന്റ് ബോക്സിൽ ഇനി ഉണ്ടെങ്കിൽ എനിക്ക് ഇടാം. സെൽഫ് ലവിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ നമ്മൾ അഫർമേഷൻസിലൊക്കെ നമ്മൾ മുന്നേ തന്നെ കൊടുക്കുന്നുണ്ട് സെൽഫ് ലവ്, കാരണം ഇത് ഫൗണ്ടേഷനാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു തരാം. മെഡിറ്റേഷൻ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പി ഫീലൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മറക്കരുത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള അഫർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വരണം. ഇന്നലത്തെ കമന്റ് ബോക്സിൽ വന്ന കമന്റ് പോലെ നിങ്ങളുടെ ഭക്ഷണം നല്ല ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത്? ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ? ശരീരത്തിന് കുറച്ച് വിയർക്കൊക്കെ വേണം, നിങ്ങൾ ചെറിയ രീതിയിൽ എക്സസൈസ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പം, നിങ്ങൾക്ക് ഡിപ്രഷൻ വരുമ്പം നിങ്ങൾ അഫർമേഷൻസ് വീണ്ടും വീണ്ടും കൊടുക്കണം. അക്സെപ്റ്റൻസിന്റെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റൻസ് കൊടുക്കണം. എന്നിട്ട് സെൽഫ് ലവിന്റെ അഫർമേഷൻസ് കൊടുക്കണം. നിങ്ങൾ രാവിലെ ഈ മെഡിറ്റേഷൻ സമയത്ത് ഇങ്ങനെ ഇരുന്ന് വീണ്ടും ഡിപ്രഷനിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയല്ല വേണ്ടത്. ആ സമയത്തും നിങ്ങൾ ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. പ്രശ്നങ്ങൾ മാറിപ്പോവും. അങ്ങനെ തന്നെ, ഇങ്ങനെയാണ് ആളുകളുടെ അസുഖങ്ങൾ മാറിയിട്ടുള്ളൂ. നിങ്ങൾ സർജറി ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്ക് പൈൽസ്, മൂലക്കുരു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് വന്നവർക്ക് ചിലവർക്ക് നല്ല പെയിൻ ആയിരിക്കും, എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയുള്ള ഒരു അസുഖമാണ് വെരിക്കോസ് വെയിന്, നമ്മുടെ കാല് തടിച്ചു പോകുന്നത്. ഈ അസുഖങ്ങൾക്കൊക്കെ ചികിത്സയായിട്ട് നിങ്ങൾ സർജറി ചെയ്താൽ, അത് കരിയിച്ച് കളഞ്ഞാൽ 1 വർഷം വേണ്ട, അതിനുള്ളിൽ ഈ അസുഖങ്ങൾ വീണ്ടും വരും. നിങ്ങൾ അതിൻ്റെ കാരണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ വയറിനെ കെയർ ചെയ്യുന്നില്ല, വയറിനെ തീരെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ മൂലക്കുരുവിന് ചെന്ന് സർജറി ചെയ്താൽ വീണ്ടും അവിടെ പ്രശ്നമുണ്ടാവും. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ മാനസിക ടെൻഷൻ, മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാതെ വേറെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിനു വേണ്ടി ഏതറ്റം വരെയും പൊരുതാൻ തയ്യാറാവണം.
അല്ലേ? നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മുടെ ഗോൾസ്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കുക, നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തുക, അല്ലേ? ഒരു ഹെൽത്തി ഹാപ്പി റിച്ച് ലൈഫ് നേടിയെടുക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും ഏതറ്റം വരെയും പരിശ്രമിക്കാൻ തയ്യാറാണ് ഞാൻ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പിറകെ വരും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിനൊരു ഡൗട്ട് വേണ്ട. ഇതിപ്പോ ഇത്രയും കാലം ഞാൻ മരുന്ന് കുടിച്ചില്ലേ, എൻ്റെ ശരീരമൊക്കെ ക്ഷീണിച്ചു പോയില്ലേ, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്നുള്ളതല്ല. നിങ്ങൾ എത്ര കാലം മരുന്ന് കുടിച്ച ആളായിരുന്നാലും, നിങ്ങളുടെ ശരീരം ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഉദ്ദേശിച്ച സാമ്പത്തിക അവസ്ഥ നിങ്ങൾ അറ്റൈൻ ചെയ്യും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ബന്ധങ്ങളിലെ ഒരു ദൃഢത നിങ്ങളിലേക്ക് കടന്നു വരും. ഇതാണ് ഈ അഫോർമേഷൻസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ സെൽഫ് ലവിന്റെ കാര്യത്തില് നമ്മള് നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അഫോർമേഷൻസ് കൊടുക്കുന്ന പോലെയുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നിങ്ങളെ ലൈഫിൽ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും ഇത് എൻ്റെ ശരീരത്തിന് നല്ലതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത്രയും കാലമായിട്ട് ഞാൻ കൊടുക്കുന്നതെല്ലാം ദഹിപ്പിച്ച് എൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന വയറിനെ ഞാൻ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? എനിക്ക് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിച്ചാൽ എന്ത് സംഭവിക്കും? വയറിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും കൂടും. നിങ്ങൾ വയറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ സെൻസേഷൻ വയറിലേക്ക് എത്തുന്നത് മുതൽ നിങ്ങളുടെ വയറ് ഹീല് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഗ്യാസ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, വയറിലെ ഓക്കാനം, ഛർദി പ്രശ്നങ്ങളൊക്കെ വയറ് നിർത്തും. വയറ് ശരീരത്തിന്റെ ഒപ്പം തന്നെ നിന്ന് വീണ്ടും താളാത്മകമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഓവർ വെയിറ്റ് ആയി മെഡിസിൻ എടുക്കുമ്പോൾ പിന്നെ ബോഡി വീക്ക് ആവുന്നു. ഓവർ വെയിറ്റ് ആയി, ഓവർ വെയിറ്റ് അണ്ടർ വെയിറ്റ് എന്നൊന്നുമില്ല കേട്ടോ. BMI എന്നുള്ള ഒരു ചാർട്ട് പ്രകാരമാണ് ഓരോരുത്തർ, ഇപ്പൊ നീ ഓവറാണ്, നീ ഹൈപ്പറാണ്, നീ ആവശ്യത്തിന് വെയിറ്റ് ഇല്ല എന്നൊക്കെ തീരുമാനിക്കും. നിങ്ങളെ ആ വെയിറ്റ്, ഓവർ വെയിറ്റ് അണ്ടർ വെയിറ്റ് എന്നുള്ളതൊക്കെ ഒഴിവാക്കി ഇവിടെ ചില ആൾക്കാരുണ്ട് കേട്ടോ, ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒരുപാട് തിന്ന് തടി അങ്ങ് കൂട്ടും. എന്നിട്ട് അടുത്ത ഒരു 6 മാസം ഭയങ്കര എക്സസൈസ് ജിമ്മിലൊക്കെ പോയിട്ട് വീണ്ടും തടി കുറച്ച് ഫിറ്റാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിപ്രഷൻ, തടി വീണ്ടും കൂട്ടും. ഇതുവഴി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ആരോഗ്യം കിട്ടില്ല. നിങ്ങൾ ഈ സെൽഫ് ലവ് കൊടുക്ക്. വെയിറ്റ് ഒക്കെ അവിടെ നിന്നോട്ടെ. വെയിറ്റ് ഒന്നും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കൂടി വന്നതല്ലല്ലോ. വെയിറ്റ് ഒരുപാട് ടൈം എടുത്ത് കൂടിയതല്ലേ. വെയിറ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ശരീരം ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ശരീരത്തിനെ ദ്രോഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ വെയിറ്റും ഫാറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും. അതാണ് ഈ ഒരു ഞാൻ പറയുന്ന സംഭവങ്ങളുടെ അഫർമേഷൻസിന്റെ ഒരു ബ്യൂട്ടി, ഭംഗി. അത് തിരിച്ചു വരും, വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുത്തു, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് തടി കുറച്ചാൽ എന്താണ്, ശരീരത്തിന് ഇത് ഇഷ്ടാവില്ല. ശരീരത്തിന് ഒറ്റക്ക് തന്നെ കുറയാം. തടി കൂട്ടിയ ശരീരത്തിന് ഒറ്റക്ക് തന്നെ അറിയാൻ തടി കുറക്കാൻ. നിങ്ങൾ ശരീരത്തെ ഇനിയും ദ്രോഹിക്കുന്നത് അവസാനിപ്പിച്ചാൽ മതി. ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തിയാൽ മതി. തടിയൊക്കെ നിങ്ങൾ ഈ സെൽഫ് ലവിന്റെ അഫോർമേഷൻസ് അകത്തേക്ക് കൊടുത്താൽ തന്നെ നിങ്ങളുടെ തടി കുറഞ്ഞു വരും. അതിലിനി ഡൗട്ട് വെക്കല്ല, ഇത് ഇങ്ങനെ സംഭവിക്കൂ, അതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ വേറെ എവിടെ പോയി വർക്കൗട്ട് ചെയ്താലും, ഇപ്പൊ ഈ വർക്കൗട്ട് ചെയ്തു അതല്ലെങ്കിൽ ഭക്ഷണം കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നിങ്ങൾ ക്ഷീണിക്കും. ഒപ്പം തന്നെ ശരീരത്തിന്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബേസിക് മെറ്റബോളിസം, അത് കുറയും.
അപ്പൊ ഈ തടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നിങ്ങൾ ഭക്ഷണം കുറച്ചുകൊണ്ട് വിശന്നിരുന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ തടി കുറയില്ല, അതിന് ശരീരം കൂടി വിചാരിക്കണം. ഫുഡ് വരുന്നത് കുറഞ്ഞാൽ ശരീരം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് കുറയും, നമ്മുടെ ബോഡി ഒരു ക്ഷീണാവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം. അതേപോലെ തന്നെ സെൽഫ് ലവിൻ്റെ ഈ അഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ബേസിക് മെറ്റബോളിസം കുറയാതെ അവിടെ നിന്നോളും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരിക്കലും പിടിച്ചാൽ കിട്ടില്ല. കാരണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ റൂട്ടിലൂടെ അല്ല. നിങ്ങൾ യു ടേൺ എടുത്ത് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ്സും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ശരീര പ്രശ്നങ്ങളും മാറുകയുള്ളൂ. രാത്രി ആകുമ്പോഴാണ് അധികം കാര്യങ്ങൾ ചെയ്യാൻ എനർജി ചെയ്യുന്നത്. ഹാബിറ്റ് നിന്നുണ്ട്. കുളിക്കുന്നത് രാത്രി വൈകിയാണ്. സെൽഫ് ലവ് ചെയ്യുന്നവര് വീട്ടുകാർ ദ്രോഹിക്കുന്ന ഇല്ല, മാറി വരും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായിരുന്നാലും നിങ്ങൾ മാറി വരുന്നില്ല എന്ന് പറയുന്ന ബിലീഫ് സിസ്റ്റം, ഈ സെൽഫ് ലവ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള വിശ്വാസങ്ങൾ, ബിലീഫ് സിസ്റ്റം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും. നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കണം. ഈ അഫർമേഷൻസ് കൊടുത്താൽ ബാക്കിയുള്ളവരെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, പ്രത്യേകിച്ച് ഈ ഹാബിറ്റ് ബിൽഡിങ്, നിങ്ങൾ ഈ വിശ്വാസത്തിനനുസരിച്ചുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്. അതല്ലാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളെ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ആയിരുന്നെങ്കിൽ എല്ലാവരും ചെയ്തേനെ. എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് കുറച്ച് മെന്റൽ വിൽ പവർ വേണം. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്, അതിൽ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു ഹാബിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു റിട്ടേണും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, അങ്ങോട്ട് പൈസ ഇറക്കന്നെ പൈസ ഒക്കെ ഇറങ്ങിപ്പോകുന്നു എന്നല്ലാതെ റിട്ടേൺ വരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ പുതിയ ശീലങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ കുറച്ച് സമയം എക്സസൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ശരീരത്തിലൊന്നും ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു സമയം കഴിയും. അത് കഴിഞ്ഞിട്ട് അച്ചീവ്മെന്റിന്റെ വലിയ ഒരു പീക്കിലേക്ക് നിങ്ങൾ പോവാനുണ്ട്. ഈ ഒരു വാല്യൂ ഓഫ് ഡെസ്പറേഷൻ എന്നാണ് ഇത് പറയുക, നിരാശയുടെ താഴ്വര. ഇത് കടന്ന് നിങ്ങൾ പോയാൽ ഏത് സംഭവമായിരുന്നാലും കേട്ടോ, നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങളായിരുന്നാലും സാമ്പത്തികപരമായിട്ടുള്ള ശീലങ്ങളായിരുന്നാലും എന്തായിരുന്നാലും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയാലേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ അഫർമേഷൻസ് മാത്രമേ നിങ്ങൾക്ക് എനർജി ആയിട്ടുണ്ടാവുള്ളൂ. ഈ സെൽഫ് ലവ് മാത്രമേ നിങ്ങൾക്ക് എനർജി ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് റിട്ടേൺസ് ചിലപ്പോൾ ചെറിയ റിട്ടേൺസ് കിട്ടാം, വലിയ റിട്ടേൺസ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത്. ഓക്കെ, അപ്പൊ സെൽഫ് ലവിന്റെ ഹാബിറ്റ് ബിൽഡിംഗ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം, എന്നിട്ട് ബാക്കി സംഭവങ്ങൾ ചെയ്യാം. ഇൻസെക്യൂരിറ്റി ആൻഡ് നോ കോൺഫിഡൻസ്. ഓക്കെ, സെൽഫ് ലവ് അഫർമേഷൻസ് നിങ്ങൾ വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ സെലീന, താങ്ക്സ്. ലത, ഇൻസെക്യൂരിറ്റി ആൻഡ് നോ കോൺഫിഡൻസ്. ഓക്കെ, അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് എന്തിലാണ് കോൺഫിഡൻസ് ഉള്ളത്, ഇല്ലാത്തത്? ഈ ഇൻസെക്യൂരിറ്റി എന്തിലൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി? സാമ്പത്തികമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ആണോ? നിങ്ങൾക്ക് എവിടെയാണ് ഈ കോൺഫിഡൻസിന്റെ കുറവ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആവണം. ഇൻസെക്യൂരിറ്റി, നോ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സംഭവം ക്ലിയർ അല്ല. അത് നിങ്ങൾ കമന്റ് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് അത് കമന്റ് ചെയ്യേണ്ടത്. എവിടെയാണ് എനിക്ക് ഇൻസെക്യൂരിറ്റി ഉള്ളത്, ഏതൊക്കെ ചിന്തകളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ്, ജീവിതത്തിന്റെ ഏതൊക്കെ തലങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നമുള്ളത്?
എന്നുള്ളത് ക്ലിയർ ആവണം. എങ്കിലേ അവയർനെസ്സും അഫോമേഷനും സെൽഫ് ലവ് ഒക്കെ അങ്ങോട്ട് ചെല്ലുള്ളൂ. പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആവണം. എന്താണ് എൻ്റെ പ്രശ്നം? ഓക്കെ, ഡിപ്പെൻഡൻസ് പേഴ്സണാലിറ്റി എങ്ങനെ മാറ്റാൻ പറ്റും? സെൽഫ് ലവ്, അവയർനെസ് ആൻഡ് സെൽഫ് ലവ് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും സെലീന. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി, ഓക്കെ, സെൽഫ് ലവ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സ് എന്താണോ, നിങ്ങൾക്കിപ്പം ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനുള്ള പേഴ്സണാലിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയി വരിക. നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടി പാകപ്പെടുത്തി കൊണ്ടുവരിക. നിങ്ങൾ അതിനുള്ള അഫോമേഷൻസ് കൊടുക്കുക. നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ തുറന്നു വരും. ഒന്നല്ല, 1000 വാതിലുകൾ തുറന്നു വരും. അതാണ് നമ്മുടെ EFTയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതാണ്, നിങ്ങൾക്ക് മുന്നിൽ 1000 വാതിലുകൾ തുറന്നു വരും. നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കുക. ഈ ചിന്തകളുടെ അകത്ത് നിന്നും മനസ്സിന്റെ അകത്തേക്ക് ഇന്നിറങ്ങട്ടെ. സെൽഫ് ലവിന്റെയും അവയർനെസിന്റെയും ആണികള്. നിങ്ങൾക്കത് സ്വയം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ അസ്ലം, പണിക്ക് പോകാൻ മടി, എന്താ പ്രശ്നം? പണിക്ക് പോവാൻ മടി, നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. നിങ്ങൾക്ക് പോകാൻ മടിക്ക് പിന്നിൽ 3-4 കാരണങ്ങൾ വരാം. ഒന്ന്, നിങ്ങളുടെ പേടികളാവാം. നിങ്ങളുടെ ശരീരത്തിന് പണിക്ക് പോയിട്ടുള്ള സംഭവം, പണിക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കോ, അധ്വാനിക്കുമ്പോൾ എൻ്റെ ശരീരം ക്ഷീണിക്കില്ലേ, അങ്ങനത്തെ ഒരുപാട് ചിന്തകളാണ്. അതേപോലെ തന്നെ നിങ്ങൾ മുന്നേ പണിക്ക് പോയപ്പം നിങ്ങൾക്ക് സംഭവിച്ച എന്തെങ്കിലുമൊക്കെ ബാഡായിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അതാണ് നിങ്ങൾക്ക് ഈ മടി വരുത്തുന്നത്. നിങ്ങളിപ്പോൾ രാവിലെ പുതച്ച് കിടന്നുറങ്ങാൻ മുമ്പ് കിട്ടുന്ന ഒരു സുഖം, നിങ്ങൾക്ക് ആ ഒരു സ്ഥിരത മാറും. ജോലിക്ക് പോകുമ്പം അത് സ്ട്രഗിളിങ് ആണ്. അത് നിങ്ങളുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, അവിടെയാണ് അതിന്റെ സൊല്യൂഷൻ കിടക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആവണം. എത്രത്തോളം ക്ലിയർ ആകുന്നോ അത്രത്തോളം നിങ്ങളുടെ സംഭവങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു സെലീന. തിരിച്ചു വരും, കാരണം ആളുകൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ചെറിയ മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ആർ യു റെഡി? കമന്റ് ആർ. ആർ യു റെഡി? കമന്റ് ആർ. എടുത്ത് കമന്റ് ചെയ്യൂ എല്ലാവരും. ഓക്കെ, കമന്റ്. ആർ യു റെഡി? കമന്റ് ആർ. കമന്റ് ആറും എസ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ആർ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യൂ. മാക്സിമം വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. കമന്റ് ചെയ്യൂ, വീണ്ടും കമന്റ് ചെയ്യൂ. ബിന്ധ്യ ഓക്കെ, ജഫർ കെ ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തോ? ഓക്കെ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വണ്ടേഴ്സ് കൊണ്ടുവരാനുള്ള ശേഷിയുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ രാവിലെ മാത്രമല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് ചെയ്യണം. വീണ്ടും ഈ അഫോർമേഷൻസ് കൊടുക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ ഒരു ദിവസം കൊണ്ടാണോ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഒരുപാട് സമയം എടുത്തുണ്ടായ പ്രശ്നങ്ങളല്ലേ. അപ്പൊ അത് മാറ്റണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സർജറി പോലെ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ള
സംഭവമല്ല ഇത്. നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കണം. ഓക്കെ. അപ്പോൾ മെഡിറ്റേഷൻ ഫസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബോഡി റിലാക്സ്ഡ് ആയിട്ട് പോവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കാം ക്വയറ്റ്. ചിലവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതിൽ അറിയിച്ചവരുണ്ട്. അവർക്ക് കിടക്കാം, നോ പ്രോബ്ലം. പരമാവധി ഏറ്റവും നല്ലത് ഇരിക്കുന്നതാണ്. ചാരി ഇരിക്കുക. ഓക്കെ, ചാരി റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ശ്വാസം, കുറേ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത് എന്നുള്ളത്. എങ്കിലും പുതുതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നോർമലായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെ പതുക്കുന്ന ശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രയും മാക്സിമം ഡീപ്പ് ബ്രീത്ത്. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഊതി വിടണം. ഓക്കെ, പതുക്കെ നിങ്ങളെ സാധാരണ എടുക്കുന്നത് പോലെ ശ്വാസം എടുക്കുക. എന്നിട്ട് ഡീപ്പ് ബ്രീത്ത്. അതിൻ്റെ ശേഷം ഒറ്റയടിക്ക് ഡീപ്പ് ബ്രീത്ത്, മാക്സിമം ബ്രീത്ത് അകത്തേക്ക് കയറ്റുക. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം 1 സെക്കൻഡ് ഒന്ന് നിൽക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് പതുക്കെ ഊതി വിടുക. അഗെയിൻ ഡു ഇറ്റ്. നമ്മുടെ തലയുടെ സെൻട്രൽ ഭാഗത്ത് VMS NMS എന്ന 2 ഏരിയാസ് ഉണ്ട്. നമ്മുടെ ശ്വാസത്തെ അവിടെയാണ് നിയന്ത്രിക്കുന്നത്. അവിടേക്ക് നമ്മൾ സെൻസേഷൻ കൂടെ. നമ്മൾ ഓടുമ്പോൾ കിതക്കില്ലേ? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ നമുക്ക് കിതപ്പ് വരില്ലേ? നമുക്കൊരു പട്ടിയെ കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിതപ്പ് വരും, ഓടാനുള്ള കിതപ്പ്. അത് കൂടുതൽ ഓക്സിജൻ അകത്തേക്ക് എടുക്ക്, ഓക്സിജൻ എടുത്ത് റെഡി ആയിരിക്ക്. ഒരു ഡേഞ്ചർ വരുന്നുണ്ട് എന്നാണ് ശരീരം നമുക്ക് സിഗ്നൽ തരികയാണ്. ആ ഏരിയയാണ് നമ്മളിപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ടേക്ക് സ്മോൾ ബ്രീത്ത്, ഡീപ് ബ്രീത്ത്. A second. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടണം. നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ റിലാക്സ്ഡ് ആണ് എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, മെഡിറ്റേഷൻ്റെ ബ്യൂട്ടി അതാണ്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓവർ ടെൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം റിലാക്സ്ഡ് ആയിട്ട് വരും. ഓവർ ടെൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങളുടെ ശരീരം റിലാക്സ്ഡ് ആവുന്നു. അഗെയിൻ ഡു ഇറ്റ്. ടേക്ക് സ്മാൾ ബ്രീത്ത്, ഡീപ് ബ്രീത്ത്. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാവും. നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ജോലിക്ക് പോവാൻ മടി, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ലൈഫിൽ മൊത്തത്തിൽ മടി വരുന്നു, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അതിൻ്റെ അടിസ്ഥാന കാരണം, മൂല കാരണം, റൂട്ട് കോസ് കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ തലയിൽ, നെർവസ് സിസ്റ്റത്തിലാണ്, നമ്മുടെ നാഡീകോശങ്ങളിലാണ്. ടോക്സിൻസ്, പ്രശ്നങ്ങൾ, വിഷാംശങ്ങളൊക്കെ കിടക്കുന്നത് അവിടെയാണ്. അത് നിങ്ങൾ മാറ്റിയാൽ, ഹീൽ ചെയ്താൽ, ശരിക്കങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്ന് വരേണ്ടതല്ല കേട്ടോ. നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റിയോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ റിച്ച്നെസ്സോ ഒക്കെ നമ്മുടെ അകത്തുനിന്ന് ഉണ്ടായി വരേണ്ടതാണ്. അത് പുറത്തുനിന്ന് തേടിയെടുക്കേണ്ടതല്ല. അതൊക്കെ അകത്തുള്ളതാണ്. ഇതിനെ കണ്ടെത്തുക, അതിനെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള ഏറ്റവും വലിയ ഉദാത്തമായ സംഭവം. ടേക്ക് സ്മോൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. വൺസ് അഗൈൻ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണ്, നെർവസ് സിസ്റ്റത്തിലേക്ക് സ്റ്റിമുലേഷൻ. അഫോമേഷൻ്റെ മുമ്പ്
നിങ്ങൾ ഇതാണ് സ്റ്റിമുലേഷൻ. നമ്മുടെ വിരലുകളുടെ ഈ അറ്റത്ത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള നെർവ് സെല്ലുകൾ ഉണ്ട് അല്ലേ? ഇവിടെ സെൻസേഷൻ ഭയങ്കര കൂടുതലല്ലേ ഈ ഏരിയയിൽ? നമ്മുടെ വിരലുകളുടെ ഈ ഏരിയയിൽ സെൻസേഷൻ വളരെ കൂടുതലല്ലേ? അവിടെ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, മേക്ക് ദ സ്റ്റിമുലേഷൻ എഗെയിൻ. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്വാസം എടുക്കുക. സ്മാൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുമ്പോൾ, ഡിപ്രഷൻ വരുമ്പം നിങ്ങൾ ഈ റിലാക്സേഷൻ ചെയ്യണം. ബ്രീത്ത് എക്സസൈസ് ഇത് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാവും. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ക്ലാരിറ്റി വരും. കാര്യങ്ങളിൽ ഞാനിപ്പോൾ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എൻ്റെ പ്രശ്നങ്ങളിൽ എനിക്ക് തിരിച്ചു പിടിക്കാനുള്ള വാതിൽ തുറന്ന് വരും. ഓക്കെ, നൗ നിങ്ങൾക്ക് കണ്ണുകൾ അടക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടിരിക്കാം. ഈ ലോകത്ത് നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും സ്നേഹിക്കാനില്ല. എൻ്റെ ശരീരം എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ വിചാരിച്ച ലൈഫ് എത്തിപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും. ഒരുപാട് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയായിരുന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കും. ഐ ലവ് മൈസെൽഫ്. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കും. എനിക്ക് വേണ്ടി HD ക്യാമറകളെക്കാൾ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ കണ്ണുകളെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി എൻ്റെ കണ്ണുകളെ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. എൻ്റെ കണ്ണുകളെ ഞാൻ കെയർ ചെയ്യും. ഞാൻ എൻ്റെ കണ്ണുകളെ സ്നേഹിക്കുന്നു. ഇല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നമ്മൾ കെയർ ചെയ്യില്ലേ? എൻ്റെ ശരീരത്തെ മൊത്തത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ വയറിനെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി ഞാൻ ഉറങ്ങുമ്പോൾ പോലും ചിലപ്പം വയറിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത വയറിനെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ ശരീരഭാഗങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ഡിപ്രഷൻ അടിച്ച്, ഞാൻ ടെൻഷൻ അടിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഓവർ തിങ്കിങ്ങിൽ പോയിട്ട് എൻ്റെ ശരീരത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ശരീരത്തിൽ ഒരുപാട് ബയോ കെമിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. കോർട്ടിസോൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡോപാമൈൻ സർക്കിളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പം നമ്മുടെ ശരീരം വീണ്ടും വീക്കാവാണ്. നമ്മുടെ ശരീരത്തിന് പലയിടത്തു നിന്നായിട്ട് അടി കിട്ടുന്ന പോലെയാണ്. ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് അടി കിട്ടുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിന് ആ സമയം. ഇനിയും ഞാൻ എൻ്റെ ശരീരത്തെ ഉപദ്രവിക്കില്ല, കാരണം ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. ക്യാൻസറുകളും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒന്നും വരാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ താളാത്മകത നമ്മൾ തെറ്റിക്കുന്നത് കൊണ്ടാണ്. ആത്മാർത്ഥമായിട്ടുള്ള ശരീരത്തോടുള്ള നമ്മുടെ പ്രണയം കൊണ്ട് നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഒക്കെ, നിങ്ങൾ നെക്സ്റ്റ് ഉള്ളത് നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. എനിക്ക് ഈ ഭൂമിയിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഞാനൊരു സംഭവം തന്നെയാണ്. അതിൽ ഞാൻ മാത്രമാണൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈഗോയിലേക്ക് പോകും. അങ്ങനെയല്ല, ഞാനൊരു സംഭവം തന്നെയാണ്. ഒരുപാട് പോസിറ്റീവ് എന്നിലുണ്ട്. ഇനി നിങ്ങളിലുള്ള ഏറ്റവും നല്ല പോസിറ്റീവ് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഏറ്റവും നല്ല പോസിറ്റീവ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. എഗെയിൻ ശ്വാസം 1 സെക്കൻഡ് നിർത്തിയിട്ട് പുറത്തേക്ക് ഊതി വിടണം. ഓക്കെ, സ്മാൾ ബ്രെത്ത്,
ഡീപ് ബ്രെത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടണം. ഓക്കെ, നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം, റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. ഇതില് ഞാൻ ലാസ്റ്റ് പറഞ്ഞ സംഭവം, വാട്ട് ഈസ് മോസ്റ്റ് പോസിറ്റീവ് അബൌട്ട് യു, അത് നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം, നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പോസിറ്റീവ്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. അധികം ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതെന്താണ്? നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം കമന്റ് ചെയ്യൂ. പല സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ലേ? ആലോചിച്ചിട്ട് കിട്ടുന്നില്ലേ? നിങ്ങളെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, താങ്ക് യു. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം? നിങ്ങളൊരു കെയറിങ് പേഴ്സണാലിറ്റി ആണോ? ബാക്കിയുള്ളവരൊക്കെ കെയർ ചെയ്യുമോ? നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? അതിരിക്കാൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യും. ഓക്കെ, കെയറിങ് പേഴ്സണാലിറ്റി. ഓക്കെ ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരൊറ്റ സംഭവം. ഓക്കെ, എല്ലാവരെയും ചിരിപ്പിക്കാനും കഴിയും. ഓക്കെ, വളരെ നല്ലൊരു ക്വാളിറ്റിയാണിത്. കെയറിങ് പേഴ്സണാലിറ്റി അധികം ആളുകൾക്കും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയാണിത്. വെരി ക്ലോസ് ആയ ഒരാൾ മരണപ്പെട്ടു, 2 ഡേയ്സ് കഴിഞ്ഞു അറിയുന്നത്, ന്യൂ ഹാൻഡിങ് മൈൻഡ് കഴിയുന്നില്ല. അയ്യാ, അത് PTSD എന്നാണ് അത് സംഭവം. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രോമകൾ വന്ന ശേഷം നമ്മുടെ മൈൻഡ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാം. അത് നോർമലായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് പതുക്കെ അതിലേക്ക് തിരിച്ചു വരും. പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും എടുത്തു പറയാൻ, ജോക്സ് പറയും. അത് വളരെ പോസിറ്റീവ് അല്ലേ? നിങ്ങൾക്ക് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുക, ടെൻഷന്റെ കാര്യത്തിൽ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അധിക പേർക്കും ഇല്ലാത്തൊരു വസ്തുതയാണ്. സംസാരിക്കുമ്പോൾ കുറച്ച് തമാശ പറയണമെന്ന് വിചാരിച്ചാലും പലർക്കും അതിന് സാധിക്കില്ല ചിലപ്പോൾ. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. ദാറ്റ്സ് എ പോസിറ്റീവ്. ഇനി എല്ലാവരും കമന്റ് ചെയ്യോ നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഒരൊറ്റ സംഭവം. ഓക്കെ, ഒരു കൗൺസിലിങ്ങിന്റെ കഥ പറയാറുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും നല്ല കച്ചറയായിട്ട്, ഫുള്ള് കച്ചറ ആയിട്ട് കൗൺസിലർ അടുത്തെത്തി. രണ്ടുപേരും ഒരുപാട് വാദവരാതെ സംസാരിച്ചു. അയാൾ കെയർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ഓർക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, ഫാമിലി ഒക്കെ ഞാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹസ്ബൻഡും ഒരുപാട് പരാതി പറഞ്ഞു. ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ വർക്ക് ടെൻഷനായിട്ട് വീട്ടിലെത്തുമായിരിക്കും. ആ സമയത്ത് ഭാര്യൻ്റെ വക വേറെ ക്ലാസ്, എനിക്ക് വയ്യ, നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് എത്തിയ 2 പേര്. അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ നമുക്ക് പിരിയാം, ഞാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരൊറ്റ പോസിറ്റീവ് ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് നിങ്ങൾ എഴുതി കൊണ്ടുപോവാ. അതേപോലെ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു പോസിറ്റീവ് വൈഫിനെ കുറിച്ച് എഴുതി കൊണ്ടുപോവാ. നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ അവസാനം അവര് കുഴപ്പമില്ല നമുക്ക് അവര് പറഞ്ഞ് അവരുടെ പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരുപാട് പോസിറ്റീവ് നമ്മളിലുണ്ട്, നമ്മൾ മറ നീക്കി പുറത്ത് വരാത്തത് കൊണ്ടാണ് അത് ഇനിയും നിങ്ങൾക്ക് കാണാൻ പറ്റും മറ നീക്കി പുറത്ത് വരുന്നത്. നമ്മള് ഈ തീ കെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുപ്പിൽ തീ കെട്ടാല് ചാരം മൂടൂലേ? നിങ്ങൾ അതിൽ ആ ചാരത്തിന്റെ മേലെ കൈവച്ച് എന്ത് സംഭവിക്കും? പൊള്ളില്ലേ? അതിന്റെ അകത്ത് കണലുണ്ടാവും.
ഇതേപോലെ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങളത് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട്, നിങ്ങളുടെ അശ്രദ്ധകൾ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. പ്രശ്നത്തിൽപ്പെട്ടവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരു വാരിയർ ആണ് അപ്പൊ സെലീന. യു ആർ സിംഗിൾ പാരന്റ്, 3 കിഡ്സ്. യു ആർ എ വാരിയർ. ഒരു പോരാളിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളിലുള്ള പോസിറ്റീവുകളെ നിങ്ങൾ പെറുക്കിയെടുക്കണം. ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പം ബാക്കിയുള്ളവർ വന്നാണ്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളെ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഈ നെഗറ്റീവ്സ് മാത്രമാണ് ഇപ്പൊ കാണുന്നുള്ളൂ. പോസിറ്റീവുകളെ നിങ്ങൾ കാണുന്നില്ല. പോസിറ്റീവുകളെ നിങ്ങൾ പൊറുക്കിയെടുക്കണം, അതിനെ വളർത്തിയെടുക്കണം, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതിന് വളം കൊടുക്കണം, അതിനെ വളർത്തിയെടുക്കണം. അപ്പൊ നിങ്ങളുടെ മൈൻഡിന് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനുള്ള പവർ വരും. ഞാൻ എന്തിനെന്നെ സ്നേഹിക്കണം, ഞാനൊരു അടിപൊളി പേഴ്സണാലിറ്റി ആണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള്. ഓക്കെ, ഇത് നിങ്ങൾ പെറുക്കിയെടുക്കണം. ആളുകള് കംസ്റ്റംസ് വല്ലാത്ത വില്ലനാകുന്നുണ്ട്. ഓക്കെ, മീ ടു ഫൈറ്റഡ് എ ലോട്ട്. ഒരുപാട് വേരിയേഴ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. പോരാളികളാണ് നിങ്ങളൊക്കെ. അതില് നിങ്ങളുടെ പോസിറ്റീവ്നെസ് നിങ്ങൾ ഇനിയും പെറുക്കിയെടുക്കണം. അതിന് നിങ്ങൾ അഫോർമേഷൻസ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. പോസിറ്റീവുകൾ തെളിഞ്ഞു വരും. ആ ചാരത്തിലേക്ക് നിങ്ങൾ ഒരു പൈപ്പ് വെച്ച് ഊതിക്കഴിഞ്ഞാൽ ആ കണലുകൾ, വെട്ടിത്തിളങ്ങുന്ന കണലുകൾ പുറത്തേക്ക് വരും. അതുപോലെ നിങ്ങളുടെ മനസ്സിന്, ഇതൊക്കെ നമ്മൾ മനസ്സിന്റെ അകത്തുള്ളതാണടോ, പുറത്തുനിന്ന് വരേണ്ടതല്ല. പുറത്തുനിന്ന് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടാലും അതൊന്നും ഇതിന് പകരമാവില്ല. അതൊക്കെ മോട്ടിവേഷൻ കുറച്ച് സമയം നിങ്ങൾ കേൾക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡൗൺ ആവും. അത് ഡൊപാമൈൻ സർക്കിളാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള മുത്തും മാണിക്കവും പെറുക്കിയെടുക്കൂ. അതിന് വേണ്ടത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അഫോർമേഷൻസ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനി ഡൗട്ട്സ്? ഹലോ എവരിവൺ, കമന്റ്. ഓക്കെ, സെലീന, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് വന്നാൽ പേടിപ്പിക്കുന്നു, ബാക്കിയുള്ളവർ പേടിപ്പിക്കും. ഓക്കെ, പക്ഷെ നിങ്ങളത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിങ്ങൾക്ക് പോരാട്ടത്തിനുള്ള ഈ സംഭവങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിനെ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഇങ്ങനെ മാത്രമേ ആളുകൾക്ക് ലൈഫിൽ ഉയർച്ച വന്നിട്ടുള്ളൂ. ചിലർക്കത് അറിയാതെ സംഭവിക്കാം. അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി അറിയാതെ കടന്നു വരാം. അറിഞ്ഞായിരുന്നാലും അറിയാതെ ആയിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ഒരു മാർഗം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇത് നിങ്ങളെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. രാവിലെ ക്ലാസ് കേൾക്കുമ്പോൾ മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. ചെറിയ മാറ്റങ്ങളല്ല, ലൈഫ് മാറി മറിയും. ഒരുപാട് പേരുടെ ലൈഫ് മാറി വരുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം സാക്ഷ്യപത്രമല്ല.
ലോകത്തുള്ള വലിയ ക്ലിനിക്കുകള്, മയോ ക്ലിനിക്ക് പോലെയുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർ ഓടിപ്പോകുന്ന മയോ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് സ്ഥിരം സാക്ഷ്യപ്പെടുത്തുന്ന അവയർനെസ്സിന്റെ നമ്മുടെ മൈൻഡിന്റെ പവറാണിത്. ഇതിൽ നിങ്ങൾ 100% വിശ്വാസം അർപ്പിക്കുക, നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് നിർത്താം. എനിക്ക് BP ഉണ്ട്, ഷുഗർ ആണ്, ബട്ട് മെന്റലി വീക്ക് ആണ്. മാറ്റിയെടുക്കാൻ സാധിക്കും പൂർണ്ണമായിട്ടും. BPയോ ഷുഗറോ എന്ത് അസുഖങ്ങളായിരുന്നാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ശരിക്കും BP മരുന്നുകൾ എന്ന് പറഞ്ഞാൽ തൽക്കാലമുള്ള BP കുറക്കാനുള്ള മരുന്നുകളെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ ശരിയായ പ്രശ്നം നിങ്ങളുടെ മനസ്സിനകത്തുള്ള നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ ദേഷ്യങ്ങൾ, മാനസിക വിക്ഷോഭങ്ങൾ. ഇതിനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മാറ്റണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കാനുള്ള അഫർമേഷൻസ് അകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. BP പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൺട്രോളിൽ വരും. BP ശരിക്കും ബ്ലഡ് പ്രഷർ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ബ്ലഡിന് പ്രഷർ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ബ്ലഡ് എത്തുള്ളൂ. ബ്ലഡിന്റെ പ്രഷർ കൂടുതലായി വരുമ്പോഴാണ് ഇത് പ്രശ്നം. ഇത് നിയന്ത്രിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ഇവനിലേക്ക് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും സിഗ്നൽ കൊടുക്കുക, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കുന്നുണ്ട്, ഇനി നീ അടങ്ങിയിരുന്നോ എന്നുള്ളത്. ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ നിർത്താം. താങ്ക് യു ആൾ.